യാക്കോബ് 5:15 പറയുകയാണ്, ഇടവിടാതെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ രോഗശാന്തി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് രോഗശാന്തി ലഭിക്കും. പ്രാർത്ഥിച്ചാൽ രോഗശാന്തി എന്ന് പറഞ്ഞ ഒരു അത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ സംഭവിക്കും, നിന്റെ ഭർത്താവിൽ സംഭവിക്കും. രോഗശാന്തി ഉണ്ടാകും. പ്രാർത്ഥനയിൽ കൂടെ ഇടവിടാതെ പ്രാർത്ഥിച്ച അനേകരെ യേശു ഇന്നും സൗഖ്യമാക്കിയിട്ടുണ്ട്. ഞാൻ രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ കുട്ടിപ്രായത്തിൽ ഞാൻ മാരകമായ രോഗങ്ങൾ കൂടെ കടന്നുപോയ വ്യക്തിയാണ്. മരണത്തോട് മല്ലടിച്ച വ്യക്തിയാണ്. മരിച്ചു പോയെന്ന് വിധി എഴുതിയ വ്യക്തിയാണ്. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവ് എനിക്ക് ജീവൻ തിരികെ തന്നതാണ്. ഞാൻ രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. യേശു സൗഖ്യമാക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും പ്രാർത്ഥനാ വാക്കുകളിൽ ഉരുവിടുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. എൻ്റെ വിശ്വാസ സമൂഹത്തെ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ മരുന്നിലും വൈദ്യന്മാരിലും ആശ്രയിക്കാം. ഒരു നല്ല ഡോക്ടറെ നമുക്ക് കിട്ടിയെന്നിരിക്കാം, നല്ല മെഡിസിൻസ് നമുക്ക് കിട്ടിയെന്നിരിക്കാം. പക്ഷെ നമ്മുടെ രോഗത്തിന് സൗഖ്യം കിട്ടണമെങ്കിൽ ഈ മെഡിസിന് കൊണ്ടോ ഈ ഡോക്ടർമാരെ കൊണ്ടോ പറ്റില്ല. നമ്മുടെ കർത്താവ് തന്നെ നമുക്കൊരു സൗഖ്യം തരണം. കർത്താവ് നമുക്ക് സൗഖ്യം തരുന്നില്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിൽ പോയാലും, ഏത് വലിയ ഡോക്ടറെ കണ്ടാലും, ഏത് നല്ല ഗുളിക കഴിച്ചാലും നമ്മുടെ രോഗം മാറത്തില്ല. എന്നാൽ യേശുവിന് മാത്രമേ നമ്മെ സൗഖ്യമാക്കാൻ കഴിയൂ.